അയ്യോ ഇക്ക, ഞാൻ പെട്ടുപോയതാണ് ഇക്ക. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റിപ്പോയിക്ക. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണം ഇക്ക. ഇവര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയിട്ട് പിന്നെ ഇവര് തിരിച്ചു വന്നിട്ടില്ല. ഈ ഒരു സ്ത്രീ ഇറങ്ങി കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു പ്രവാസിയുടെ ഭാര്യ, ഒരു കുഞ്ഞിന്റെ അമ്മ കാണാതായത് അമ്മയെ മാത്രമല്ല കുഞ്ഞിനെ ഉൾപ്പെടെയാണ്. ഈ മാസം 16-ാം തീയതി ആണ് കാണാതായത്. അപ്പൊ അതിനെ തുടർന്ന് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയ വണ്ണിനകത്ത് ആ ഭർത്താവ് വന്നതിന് ശേഷം ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബൈറ്റിനകത്തുണ്ട ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, അത് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയ്ക്കകത്ത് വെക്കാം. കാരണം അദ്ദേഹം ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു പോയിന്റിൽ പോലും സ്വന്തം ഭാര്യയെ തിരിച്ചു വേണമെന്ന് പറയുന്ന രീതിയിലൊരു സാധനം പറയുന്നില്ല. ആ കുഞ്ഞിനെ തിരിച്ചു വേണമെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഞാൻ പറയും ഇതൊരു ഒളിച്ചോട്ടമാണ്. അപ്പൊ അന്ന് ഈ ബൈറ്റ് കൊടുത്ത് ഈ ഭർത്താവിന് വ്യക്തമായിട്ട് അറിയാം ഇത് ഒളിച്ചോട്ടമാണ്, നടന്നത് കാര്യമാണ്, ഇതാരുടെ കൂടെ പോയതാണെന്നൊക്കെ ഏകദേശം വ്യക്തതയുണ്ട്. ഒരു വീട്ടിലൊരു കുടുംബ കലഹമോ അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ, അതായത് ഭാര്യ ഭർത്താവ് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ഈ ഒരു 3 ഫാക്ടറിൽ ഏതെങ്കിലും ഒരു സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒരു അതർ റിലേഷൻഷിപ്പ് വരാം. എസ്പെഷ്യലി ഇപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം ഒരുപാട് പ്രവാസി മലയാളികളുണ്ട്, എനിക്ക് കൂട്ടുകാരുണ്ട് അല്ലേ. അപ്പം ഈ ഒരു പ്രവാസി മലയാളി എന്ന രീതി ഒരു ലേബലിൽ നിൽക്കുമ്പോഴത്തേന് പ്രവാസി മലയാളി എന്ന് വെച്ചാൽ എന്തുവാ? മറ്റൊരു നാട്ടിലേക്ക് പോകുന്നു, ജോലി ചെയ്യുന്നു. അത് എന്തിനു വേണ്ടിയിട്ട്? അത് അവർക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കാനും അവിടെ പോയി ജീവിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതല്ല. എസ്പെഷ്യലി അതേ അല്ല അവർ പോകുന്നത്, അവർക്കൊരു വീട് വെക്കാനായിരിക്കും മെയിനായിട്ട് മെജോറിറ്റി ആൾക്കാർ അതൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ആ വീട്ടിൽ ഇവർക്ക് പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ, അമ്മയുണ്ടെങ്കിൽ അമ്മ, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ, ഇത്രയും പേരെ സേഫ് ആക്കുക അവിടെ. എന്നിട്ട് കുറച്ചൊരു ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുക, നേരെ തിരിച്ചു വരിക. എന്തിനു വേണ്ടിയിട്ട്? ഇവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് ജീവിക്കാൻ, എന്തെങ്കിലും ഒരു ജോലിയും കൂടെ ഒക്കെ അതിൻ്റെ കൂടെ തട്ടിക്കൂട്ടിയെടുത്ത് അല്ലെങ്കിൽ ചെറിയൊരു ബിസിനസ് തട്ടിക്കൂട്ടിയെടുത്ത് നാട്ടിൽ ബാക്കിയുള്ള കാലം അല്ലെങ്കിൽ ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനി പെങ്ങന്മാരോ ആങ്ങളമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കല്യാണവും കൂടെ ഒക്കെ ഒന്ന് നടത്തി കൊടുക്കാൻ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിക്കും വേണം. പക്ഷേ ഇങ്ങനൊരു പ്രവാസി മലയാളിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-20 വർഷത്തിന് മേളിലാവുകയും ചെയ്യും. ഒരു 30-ാമത്തെ വയസ്സ് ഈ പറയുന്ന സ്ഥലത്ത് പോകുന്നവനാണെങ്കിൽ അവൻ്റെ ഒരു 50-ാമത്തെ വയസ്സ് വരെ, അതായത് അവന് നല്ല അടിപൊളിയായിട്ട് ഭാര്യ, കുട്ടികൾ, കുഞ്ഞ്, കുടുംബമൊക്കെ ആയിട്ട് നാട്ടിൽ ജീവിക്കേണ്ട, ആസ്വദിച്ച് ജീവിക്കേണ്ട, കൂട്ടുകാർ 1-2 അടിച്ച് ജീവിക്കേണ്ട അല്ലേ, ഒന്ന് കറങ്ങി ജീവിക്കേണ്ട, ഉത്സവം പള്ളി പെരുന്നാളും ഈ പറയുന്ന കുർബാന കറങ്ങി എല്ലാം ഒന്ന് ആസ്വദിച്ച് കണ്ട് ജീവിക്കേണ്ട ഒരു കാലമായിരിക്കും ഈ പറയുന്ന ഒരു പ്രവാസി മലയാളി അവൻ്റെ വേറൊരു നാട്ടിൽ പോയി കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അവരുടെ കുടുംബത്തെ ഈ പറയുന്ന ഭാര്യയും പിള്ളേരെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു അതർ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഇത് കുറ്റമായിട്ടോ അങ്ങനെ എടുക്കുമെന്നും പറയുമല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ പ്രവാസി ആരാണ് ആ വ്യക്തിയോട് നേരിട്ട് കാര്യം അവതരിപ്പിച്ചതിന് ശേഷം അയാളുടെ കയ്യിൽ നിന്ന് ഒരു അനുവാദം മേടിച്ചിട്ട് ഇതങ്ങ് ചെയ്യുക. കാരണം എന്താ പറയുക, ഇവരവിടെ പോയി ജോലി ചെയ്ത് ഡേ ബൈ ഡേ ജോലി ചെയ്ത് വന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രമായിരിക്കും ഈ റൂമിലോട്ട് വരുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഒരു റൂമൊന്നും കിട്ടണമെന്നില്ല. 100 പേരും ഒരു റൂമും ആയിരിക്കും. ചിലപ്പോൾ റൂമെന്ന് പറഞ്ഞ ഏതെങ്കിലും സ്റ്റെയറിൻ്റെ അടിയിലായിരിക്കും അല്ലേ. അവർക്ക് കിട്ടുന്ന ഒരു ലക്ഷറി ആയിട്ടുള്ളൊരു സാധനം എന്തുമായിരിക്കും? ഒരു AC ആയിരിക്കും. ചിലപ്പോൾ അതുപോലും കാണാത്തൊരു കാണുമായിരിക്കും, എന്നാലും AC ഇല്ലാത്തൊരു കാണത്തില്ലായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും അവർക്ക് കിട്ടുന്ന ലക്ഷറി AC-യാണ്. അതായത് ഉറങ്ങാൻ വേണ്ടി ആ ചൂട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമുള്ളൊരു കാര്യമായിരിക്കും. അങ്ങനെ ജീവിച്ച് മിച്ചം പിടിച്ച് ജീവിച്ചു ഉള്ള പൈസ ഇങ്ങോട്ട് അയച്ച് അവിടെ ഉള്ള കുബൂസും മറ്റേതും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരെ അവരുടെ ഒരു മനസ്സിലുള്ള സ്വപ്നം ഈ പറയുന്ന ഭാര്യയും പിള്ളേരും ഒക്കെ തന്നെ ആയിരിക്കും. അല്ലാതെ അവിടെ പോകുന്ന ഒരു മറ്റേ അതർ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ളൊരു ടൈമൊന്നും അവിടെ അവർക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ ആ രീതിയിൽ ഡെവലപ്പായിട്ട് അവിടെ ജീവിക്കുന്നവരായിരിക്കണം. അല്ലാതെ ഒരു മെജോറിറ്റി ജീവിക്കാൻ വേണ്ടി പോകുന്നവർക്കൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ പല കാര്യങ്ങളിലും മെൻ്റലി, ഫിസിക്കലി, സെക്ച്വലി സാറ്റിസ്ഫാക്ഷൻ ലേഡീസിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പുള്ളിയോട് തുറന്ന് പറഞ്ഞിട്ട് അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ മറ്റേ മുത്തലാഖ് ചൊല്ലിയോ അല്ലെങ്കിൽ മറ്റുള്ള ആചാരപ്രകാരം എന്താണോ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലങ്ങ് അവസാനിപ്പിക്കുക. അല്ലാതെ ആൾ തിരിച്ചു വരുമ്പോഴത്തേനും ആട് കടന്നെടുത്ത് പൂടെയില്ല എന്ന് പറയുന്നതിനകത്തൊരു വലിയ യോജിപ്പൊന്നുമില്ല. എന്തായാലും ഞാൻ ഈ ഭർത്താവായിട്ടുള്ള ആൾക്ക് സംസാരിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്ന് കാണിക്കാം. അതിനകത്തുള്ള വൈരുദ്ധ്യം എന്താണ് എനിക്ക് കേട്ടപ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇതൊന്നും ഒന്ന് പുറത്ത് വരാൻ നമ്മളെടുത്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാൻ്റെ അപരാധം കിടന്ന് പറയുന്നോളാന്ന് പറയുമല്ലോ. എന്നാൽ ഇപ്പോൾ സത്യമായിട്ട് പുറത്ത് വന്നുകൊണ്ടാണ്. എന്തായാലും അതിൻ്റെ CCTV വിഷ്വൽസ് പോകുന്ന കാറും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ എന്തായാലും വെക്കാം, നിങ്ങൾ കണ്ടുപോകും. ജയ്സല്, ഞാൻ കിനാലൂർ ഏഴുകണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയും കുട്ടിയും വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇന്നേക്ക് ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര DYSPന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് എനിക്കിപ്പോൾ ഉള്ളത്. കേട്ടില്ലേ? എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ളതാണ് എൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അവിടെ ഭാര്യയുടെ കാര്യം പരാമർശിക്കുന്നില്ല.
അപ്പൊ ഈ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാം ഭാര്യ പോയതാണ് എന്നുള്ളൊരു കാര്യം. അത് വ്യക്തമായിട്ട് തന്നെ അറിയാം. മകനെ കണ്ടുപിടിക്കാനുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളത്. പക്ഷെ എന്നാലും അതൊരു മിസ്സിംഗ് കേസായിട്ട് വീണ്ടും എങ്ങനെ അത് പോകുന്നു സ്വയം അഭിപ്രായ പ്രകാരം എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസം എനിക്കുണ്ട്. അതിന്റെ വേണ്ട കാര്യങ്ങൾ ഇത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എന്റെ മകൻ എവിടാന്നുള്ളത്, ഭാര്യ എവിടാന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ് എന്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിന്റെ മുന്നേ വിവാഹം കഴിഞ്ഞ് ഏകദേശം 8 വർഷത്തോളം ഞാളങ്ങ് ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. നാട്ടിൽ തന്നെ ആയിരുന്നു. കുറച്ച് സാമ്പത്തികവും വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഇപ്പൊ ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പം തന്നെ കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തില് അതൊരിക്കലും പറയാനായിട്ട് കഴിയത്തില്ല. പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അങ്ങനെ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ട്. അത് പിന്നെ ഇത്രയും കാര്യങ്ങൾ മറച്ചു വെക്കാൻ പറ്റുന്ന ഈ ഭർത്താവിന് എന്തായാലും ആ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ പറയാനായിട്ട് കഴിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറയാം. നമുക്ക് ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഓടിപ്പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്പെസിഫിക് റീസൺ ഇല്ലാതെ ഒരു സ്ത്രീ ആ ഒരു കുഞ്ഞുമായിട്ട് ഞാൻ ജെനുവിൻലി പറയാം, ഇങ്ങനെ മറ്റൊരു പുരുഷനിലോടുള്ള താല്പര്യം മാത്രമാണ് ഒരു സ്ത്രീ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന കാര്യം, അതായത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ കൺവിൻസ് ആവും. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറയുന്നത്. പക്ഷെ പോയ സമയത്ത് ആ കുഞ്ഞിനെയും കൂടിയാണ് കൊണ്ടുപോയത്. മനസ്സിലാക്കണം നിങ്ങൾ, ആ കുഞ്ഞിനെയും കൂടി കാറിനകത്ത് ഒത്ര ഉറുമ്പടയത് എവിടെ നിന്ന് കയറി വന്നത്, ഉറുമ്പളാൻ വല്ല വഴിയുണ്ടോ? ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു സ്ത്രീ ഭർത്താവ് ഈ മാസം തന്നെ 20-നോ 21-നോ കണ്ട് വരാനായിട്ട് നിൽക്കുകയായിരുന്നു. ഇവർ 16-ാം തീയതി ഭർത്താവ് വരുന്നു എന്ന് അറിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നങ്ങളോ സാധനങ്ങൾ അതൊക്കെ സംഭവിക്കുമോ, നടക്കാൻ വയ്യ എന്ന രീതിയിൽ ഒറ്റപ്പോക്കാം. അപ്പോൾ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു മെയിൻ ഘടകം അവിടെ ഉണ്ട്. പക്ഷേ ഈ പോയിരിക്കുന്ന ആളുണ്ടല്ലോ, അതായത് ഈ പെൺകുട്ടി ചെന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ച ആ മഹാൻ ഓൾറെഡി ഒരു ഭാര്യയും 3 കുട്ടികളും. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവർ കുടുംബാസൂത്രണം തുടങ്ങാനുള്ള എന്തോ പരിപാടിയിലായിരുന്നു കേട്ടോ. അത് കൈയോടങ്ങ് പൊക്കിയെന്ന് മാത്രമേ പറയാൻ പറ്റൂ. നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാള് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ്. എത്തിയല്ലോ. പക്ഷെ എന്നതുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. ഭാര്യയെക്കുറിച്ച് അദ്ദേഹം ആ സമയം പരാമർശിക്കുന്നേ ഇല്ല. അപ്പോഴാണ് നമ്മുടെ ഈ മലപ്പുറം ഏതാണ്ട് കോഴിക്കോട് സൈഡിലുള്ള ഒരു പുള്ളിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇയാളുടെ വീഡിയോ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അവിടെ ഉള്ളൊരു സ്കൂളിലോ കോളേജിലോ പിള്ളേർ എല്ലാം കൂടി ഒരു പാർട്ടി നടത്തിയപ്പോഴത്തേന് ആ പാർട്ടിക്കെതിരെ വിപ്ലവകരമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു. അന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തു വെച്ച് പോലെ വറുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മില്യൺ+ വീഡിയോസ് ഒക്കെ ഓടിയായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അടുത്ത വീഡിയോ വന്നിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടുവരാം സുഹൃത്തുക്കളെ. അയ്യോ ഇക്ക, ഞാൻ പെട്ടുപോയതാണിക്ക, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു അബദ്ധം പറ്റിപ്പോയിക്ക, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സ്വീകരിക്കണിക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവള് വരും. അപ്പോ സഹോദര സ്വീകരിക്കരുത്. കാരണം ഒരിക്കൽ ചാടിയത് പിന്നെ ചാടിക്കൊണ്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു, ഇവന്റെ ഫോട്ടോ വെച്ചിട്ട് ഇവളെ ഒളിച്ചോടി പോയത്. ഞാൻ ഒരുപാട് ആളുകൾ ഇന്നലെ വീഡിയോ ഇട്ട സമയത്ത് പല ആളുകളും പറയുന്നത് കേട്ടു, അയ്യോ ഇവര് പിന്നെ ചാടിപ്പോയതല്ല, ഇവള് ഒളിച്ചോടി പോയതല്ല, ഇവള് അവന്റെ കൂടെ പോയതല്ല, അവിടെ എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കോ, തട്ടിക്കൊണ്ടു പോയതായിരിക്കോ, നീയാണോ കോടതി, നീയാണോ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പറയുന്നത്. ഇതാ ഇവന്റെ കൂടെയാണ് ഇവിടെ ഒളിച്ചോടി പോയത്. ഇവൻ ഒരു മൊബൈൽ ശരിയാക്കി മൊബൈൽ ഷോപ്പ് കടക്കാരനാണ്. ഈ മൊബൈൽ ഷോപ്പ് കടക്കാരന് ഇവനിക്ക് 3 കുട്ടികളും ഭാര്യയും ഉണ്ട്. ഇവന്റെ കൂടെയാണ് ഒളിച്ചോടി പോയത്. അപ്പൊ ആ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പൊ നാളെ ഇവരെവിടെന്നെങ്കിലും കണ്ടെത്തി കോടതിയിലെത്തിയിട്ടാകുമ്പോൾ അവൾ അനുഭവിക്കാനില്ല. ആ സ്വർണ്ണം തീരോട് കളിക്കും. ആ സ്വർണ്ണം തീർന്നു കഴിഞ്ഞാൽ അവനിക്ക് മടുക്കും. ഒളിച്ചും കാത്തും നടക്കുമ്പോൾ ഉണ്ടല്ലേ നല്ല രസം ഉണ്ടാവും. ഇത് സ്വന്തമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര മതിയൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത് തീരുമ്പം ഇവളിപ്പം വരും. വന്നിട്ടായിട്ട് ഈ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് നിങ്ങളൊക്കെ അല്ലാതെ നിങ്ങൾ ജീവനാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും. കാരണം എന്താ അറിയോ, ഇവളെ ഇനി നിങ്ങൾ എത്ര സ്വീകരിച്ചാലും ഒരിക്കൽ മതിലയാടിയത് ചാടിക്കൊണ്ടിരിക്കും. ഇവളെ അവസ്ഥയും അതായിരുന്നു. എന്താ അറിയോ, ചാടി ലാസ്റ്റ് സെൻട്രൽ ജയിൽ വരെ ചാടി. അത്രയും ചാടി. മനസ്സിലായല്ലോ.
അപ്പം ആ അവസ്ഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഇവിടെ ചാട്ടം എനിക്ക് നന്നായി അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞത്. അതായത് സാജിദ് റോഷന്റെ ഒക്കെ ചാടി, റിൻഷാദിന്റെ ഒക്കെ ചാടി, വേറൊരു ഖത്തറുകാരന്റെ കൂടെ ചാടി, വേറെ 2-3 ആൾക്കാരൊക്കെ ചാടി ഇവൾക്ക് ലാസ്റ്റ് ഡ്രഗ് കേസിൽ പിടിക്കപ്പെട്ട് സെൻട്രൽ ജയിലിലേക്കും ചാടി. ഇപ്പം അടുത്ത ആളെ ചാടാൻ വേണ്ടി നോട്ടമിട്ടിട്ട് റെഡിയാക്കാൻ, അതിനെ റെഡിയാക്കി കൊടുക്കാൻ വീട്ടിൽ തന്നെ ആളുണ്ട്. അതുകൊണ്ട് മോനെ ശ്രദ്ധിച്ചോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും ചാടിയ കഥകളൊക്കെ ഒരുപാട് ഈ പുള്ളിക്ക് അറിയാവുന്ന, നാട്ടിൽ നടക്കുന്ന ഒരുപാട് ചാട്ടത്തിനെ കുറിച്ച് അനുഭവമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് മാനിച്ചേ പറ്റൂ. 1-2 ചാട്ടമല്ല, ഒരുപാട് ചാട്ടത്തിന്റെ കഥകളൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സീരിയസ്ലി പുള്ളി ഞാൻ കളിയാക്കി കൊടുക്കുമെന്നല്ല, പുള്ളി പറഞ്ഞതിനകത്തും കാര്യമുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഈ റിസീവ് ചെയ്ത ആളുണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്, അദ്ദേഹം എന്ന് പറയത്തില്ല, അവനൊരു ഭാര്യയുണ്ട്, 3 പിള്ളേരും ഉണ്ടെന്നു. ഇനി ആ പിള്ളേരുടെ കാര്യം ഇനിയിപ്പോൾ എന്താവോ എന്തോ, ഇത് മൊത്തം ഉറുമ്പടാ, വീട് ചെയ്യാനും പറ്റുന്നില്ല. ആ പിള്ളേരുടെ കാര്യം ഇനിയിപ്പോൾ എന്തോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പിള്ളേരുടെ കാര്യം എക്സ്പെഷ്യലി ആ ഭാര്യ എന്തോ ആയിരിക്കും, ഇനി ഒന്നിച്ച് ഒരിടത്തോട്ടാണ് കൊണ്ടുപോയത്. ബഷീർ കണക്ക് പോലെ സെറ്റപ്പ് പോലെയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെക്കുറിച്ച് 2-3 ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചുതരാം, അതും കൂടെ നിങ്ങൾ കണ്ടുപോകും. ഇവര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ബാങ്കിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങിയിട്ട് പിന്നെ ഇവർ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്റെ പേര് ജയ്സന്, ഞാൻ കിനാലൂര് ഏഴുകണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എന്റെ ഭാര്യയെ ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. അടുത്ത വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിലെ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. കൂട്ടിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഇത് മുൻകൂട്ടി പ്ലാനാണ്. അതായത് ആ സ്വർണം ബാങ്കിൽ വെക്കാനെന്ന് പറഞ്ഞ രീതിയിലായിരിക്കാം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി 13 പവനും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട്. ഡ്രസ്സ് എന്തിനായിരിക്കും ഇനി മണയം വെക്കാനും എടുത്തുണ്ട്. എന്തായാലും ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പൊ ഈ പുള്ളി ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പോകുന്നതെല്ലാം മുസ്ലിം യുവതികളാണ്, എന്താണ് ഇതിന്റെ കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന്. ഒളിച്ചോട്ടത്തിനകത്ത് ഞാൻ ഒരു എസ്പെഷ്യലി പറയാൻ ജാതി മതമൊന്നുമില്ല. മുസ്ലിം ഹിന്ദുവിൻ്റെ കൂടോടും, ഹിന്ദു മുസ്ലിമിൻ്റെ കൂടോടും, അത് സ്നേഹബന്ധത്തിൻ്റെ പുറത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അന്തർധാരയുടെ പുറത്തായിരിക്കും ഈ സംഭവം ബേസിക്കലി നടക്കുന്നത്. ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഈ കോഴിക്കോട് ഭാഗത്താണ് നിങ്ങൾക്ക് ഇത് മേ ബി കൂടുതൽ കാണുന്നത്, ചിലപ്പം എനിക്ക് വീഡിയോ കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളൂ. മുസ്ലിം യുവതികളുടെ കാര്യം നിങ്ങളും പറയുന്നത്. കമ്പാരിറ്റീവ്ലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. എറണാകുളത്തിൻ്റെ അപ്പുറത്തുള്ള തൃശ്ശൂർ കൂടെ കഴിഞ്ഞിട്ട് വരുന്ന ഭാഗങ്ങളിൽ വരുന്ന മുസ്ലിംസിലേക്ക് വരുമ്പോഴത്തേക്കിന് മേ ബി കുറച്ചുകൂടെ ഓർത്തഡോക്സ് മെൻറ്റാലിറ്റി കൂടുതലുണ്ട്. അതിനകത്ത് ചിലപ്പം ഇച്ചിരി വളർന്നു വരുന്ന സ്ത്രീകൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ കാണും. ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളായിട്ട് തന്നെ കണ്ട് തിരിച്ചറിഞ്ഞ് അതിനൊരു മാറ്റം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റേഷ്യോ ചിലപ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കമ്പാരിറ്റീവ്ലി എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ മുസ്ലിംസ് ഉണ്ടല്ലോ, ആൾക്കാരുണ്ടല്ലോ, ഇച്ചിരിയും കൂടെ ചിന്താഗതിയിൽ മാറ്റമുണ്ട്. കാരണം ഞാൻ ഈ എഞ്ചിൻ ഓയിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വിൽപ്പനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മലപ്പുറത്തൊക്കെ കുറേ ഇരുന്നിട്ടുള്ളത്, മലപ്പുറത്തൊക്കെ പോയിട്ടുള്ളത്. എസ്പെഷ്യലി മലപ്പുറം ഒന്നും ഡെവലപ്ഡേ അല്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാനുള്ള കാര്യമല്ല, ഡെവലപ്ഡേ അല്ല. നിങ്ങളവിടെ ഈ പറയുന്ന എനിക്കൊന്നും സ്റ്റുഡിയോ അങ്ങോട്ട് ഇപ്പോഴാണ്, അല്ലാതെ ഒന്നും ഡെവലപ്പ് ആവത്തില്ല. വന്നതൊക്കെ പൂട്ടി പോയിട്ടുണ്ട് അല്ലേ. അവർക്ക് സ്വന്തമായിട്ടുള്ള കുറേ കടകൾ, അങ്ങാടികൾ, അങ്ങനെയുള്ള രീതിയാണ്. അപ്പോൾ അതിൽ നിന്നും നിങ്ങളായിട്ട് കുറച്ച് മാറ്റങ്ങൾ ആ സൈഡിലുള്ള ഒരു ഇച്ചിരി മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വന്നിട്ട് കമൻറ്റ് ബോക്സ് എന്തായാലും തൊലിക്കുമെന്ന് പറയാൻ തൊലിച്ചോളുക. നിങ്ങളുടെ കാര്യം എന്ന് ഞാൻ എൻ്റെ കാര്യം പറയാം. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും മുസ്ലിംസ് നമ്മുടെ വീട്ടിനടുത്തുള്ള കൂട്ടുകാരുണ്ട്, ഇച്ചിരിയുടെ ചിന്താഗതിയിലൊക്കെ ഒരുപാട് മാറ്റമുള്ളവരാണ്. അവർ എനിക്ക് തോന്നുന്നു ആ ഈ ഒരു ഏരിയയിൽ നമുക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ആ ഒരു പരിപാടികളൊന്നും വലുതായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ജനറലൈസ്ഡാണ്, എല്ലാവർക്കും കാണും. ഹിന്ദുക്കളുടെ ഇടയിലും കാണും, മുസ്ലിംസിൻ്റെ ഇടയിലും കാണും, ക്രിസ്ത്യൻസിൻ്റെ ഇടയിലും കാണും, ഇനി മറ്റെന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ട് അവരുടെ ഇടയിലും കാണുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കൊളാബായില്ല, അല്ലാതെ ഒരു സ്പെസിഫിക് സൈഡിലോട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി പുള്ളി പറഞ്ഞതിനകത്തൊരു കാര്യം, പുള്ളിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടല്ലോ, ഫീൽ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം അത് മാത്രമാണ്. നീ അടുത്തൊരു ക്ലിപ്പ് കൂടെ കാണാം.
കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിന്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ്, അതെന്തായാലും പച്ചക്കള്ളമാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ല. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല, അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. അതെന്തായാലും പോലീസ് കണ്ടുപിടിച്ചോട്ടെ, ബാക്കിയോടെ കാണാം. പക്ഷേ ഇവർ നമ്മുടെ സ്റ്റേറ്റ് വിട്ടുപോയിട്ടില്ല. ഇവരുടെ ഫോട്ടോസുകളും മറ്റു കാര്യങ്ങളൊക്കെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഇവർ നാട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, നാളെ ഞായറാഴ്ച. അത് കഴിഞ്ഞിട്ട് ഇവർ തിങ്കളാഴ്ച ഒരു കോടതിയിൽ ഹാജരാകും. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ കൂടെ ഞാൻ ജീവിക്കാണെന്നായിരിക്കും ഈ ഒരു സ്ത്രീ പറയാ. ഈ ഒരു സ്ത്രീ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഒരു മൊബൈൽ ഷോപ്പ് ഉടമയുടെ കൂടെയാണ്. അയാൾക്ക് ഭാര്യയും 3 മക്കളുണ്ട്. അയാളുടെ ഭാര്യയും മക്കളിനെ നോക്കാതെയാണ് ഈ ഒരു തോന്നിവാസത്തിന് കൂട്ടിക്കുന്നത്. എന്ത് കാലാലേ ഇതുപോലത്തെ ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ബന്ധങ്ങൾ, എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള സ്ത്രീകളെ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ കൂടെ സ്നേഹം കാണിച്ചു വരുന്ന ഒരാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാള് അവരുടെ കാര്യം കൃത്യമായിട്ട് നോക്കാതെ നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ 100% അത് കള്ളത്തരാണെന്ന് മനസ്സിലാക്കുക.